ഗുഡ് മോർണിംഗ്, രജിത ബാലു ആണേ. ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഞാൻ വീഡിയോസ് വൈൻഡപ്പ് ചെയ്യാറുള്ളത് കേട്ടോ. അത് സത്യമായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കണില്ല. അപ്പോഴേ കഴിഞ്ഞ ഒരു കുഞ്ഞു എപ്പിസോഡിന് ശേഷം വീണ്ടും വന്ന കുറച്ച് ക്വസ്റ്റ്യൻസിനുള്ള റിപ്ലൈ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുമായിട്ട് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോഴേ എല്ലാവർക്കും മോഹന ഓർക്കിഡ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ പുതിയ ഓർക്കിഡ് നഴ്സറി തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരോ അതുപോലെ കൃഷി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരോ ആയിട്ടുള്ള ഓർക്കിഡ് ലവേഴ്സിന് നമ്മുടെ മോഹന ഓർക്കിഡ്സിലേക്ക് നേരിട്ട് സന്ദർശിച്ച് മോഹനേട്ടനെ കണ്ട് മാർഗനിർദ്ദേശങ്ങൾ സ്വീകരിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ ഒരുപാട് പേര് നമുക്കുണ്ട് മോഹന ഓർക്കിഡ്സിൽ ഒരുപാട് പ്രാവശ്യം വന്ന് മോഹനേട്ടനെ നേരിട്ട് കണ്ട് ഓർക്കിഡ്സ് നഴ്സറി സന്ദർശിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള ഒരു പുതിയ നഴ്സറി തുടങ്ങാൻ ആവശ്യമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങളും അറിവുകളും ഒക്കെ നേടിയിട്ട് ഇവിടെ പോകുന്നവരുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇനിയും നഴ്സറി ഓൾറെഡി ഉള്ളവർ, റണ്ണിങ്ങിലുള്ളവർ അത് പരാജയത്തിലേക്ക് പോകണമെന്നോ സാമ്പത്തികമായിട്ട് ഉന്നതി ഇല്ല എന്നൊക്കെ സങ്കടപ്പെട്ടിരിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും മോഹനേട്ടനെ നേരിൽ കാണാവുന്നതാണെന്നും കൂടെ ഞാൻ ഇതിലൂടെ അറിയിക്കുകയാണ് കേട്ടോ. ഈ എപ്പിസോഡിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് കേട്ടോ. എൻ്റെ കയ്യിൽ കുറച്ച് സിംബീഡിയം ഉണ്ട്. അത് കൊക്കോപിറ്റിലാണ് വെച്ചിരുന്നത്. ഇപ്പോൾ അത് വേരുകൾ ചീഞ്ഞു പോകുന്നത് പോലെ തോന്നുന്നു. നന്നാകുന്നില്ല. ശരിക്കും ഇത് എങ്ങനെ പോട്ട് ചെയ്യണം, പറഞ്ഞു തരാമോ? സിംബീഡിയം ചീഞ്ഞു പോകുന്നത് നിങ്ങളുടെ ഓവർ വാട്ടറിങ് ആണ്. കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടാണ് സിംബീഡിയം ചീഞ്ഞു പോകുന്നത്. പിന്നെ കൊക്കോപിറ്റിലിരിക്കുന്നത് വെള്ളം കുറയ്ക്കണം. പക്ഷെ നിങ്ങൾക്ക് വേര് ചീച്ചിലുണ്ടെങ്കിൽ നിങ്ങൾ മാറ്റി സെറ്റ് ചെയ്യണം, പുതിയ ചട്ടിയിലേക്ക് മാറണം. അപ്പോൾ അത് ചട്ടിയിൽ നിന്ന് പുറത്തെടുത്തിട്ട് അഴുകിയ വേരുകളൊക്കെ മുറിച്ച് കളഞ്ഞോളൂ. അഴുകിയ വേരുകൾ മുറിച്ച് കളഞ്ഞിട്ട് രണ്ടോ മൂന്നോ വേരുകൾ കേടില്ലാത്ത കാണുമതിൽ. ഇനി മുഴുവൻ വേര് പോയാലും കുഴപ്പമൊന്നുമില്ല. എല്ലാം അഴുകി നിൽക്കുകയാണെങ്കിൽ അടിയതൊക്കെ വൃത്തിയാക്കി അത് വേരെല്ലാം മുറിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഫംഗസൈറ്റിൽ ഒന്ന് മുക്കിയെടുത്തോളൂ. ചെടികളാകന്ന് മുക്കിയെടുത്തിട്ട് വേണമെങ്കിൽ കരി മാത്രം ഇട്ട് പൊട്ടിച്ചാൽ മതി. അതിന് ഹോൾസോളുള്ള ചട്ടി വേണമെന്നില്ല. പ്ലാസ്റ്റിക് ചട്ടി ആയാലും ധാരാളം ഹോൾസോളുള്ള ചട്ടി ഉണ്ട്, അത് വേണമെന്നില്ല. അടിയിൽ വെള്ളം ചോർന്ന് പോകാൻ പറ്റിയ ഒരു ചട്ടി എടുത്താലും മതി. അതിൽ കരി മാത്രം ഇട്ട് പോട്ട് ചെയ്യുക. കരി മാത്രം ഇട്ട് പോട്ട് ചെയ്തിട്ട് നിങ്ങൾ വെച്ചോളൂ. ഇപ്പോൾ പോട്ട് ചെയ്യുമ്പോൾ അധികം വെയിലടിക്കുന്ന സ്ഥലത്തേക്ക് വെക്കണ്ട. ഒരു 5-6 മാസം വരെ നിങ്ങൾ വലിയ വെയിലത്തേക്ക് വേണ്ട തണലത്തിരുന്നാലും കുഴപ്പമൊന്നുമില്ല, ഇതേ വേര് പൊട്ടാൻ വേണ്ടിയിട്ട്. ഈ വേര് പൊട്ടിയ ശേഷം നിങ്ങൾക്ക് ആദ്യം മഴക്കാലത്തോട് കൂടിയിട്ട് ഇനി വരാൻ പോണ മഴക്കാലത്തോട് കൂടിയിട്ട് പുറത്തിറക്കാം. മഴയും വെയിലും കൊണ്ടോട്ടെ, സിംബീഡിയം കേടാവില്ല, നന്നായി വരും. വളങ്ങൾ കൃത്യമായി ചെയ്യണം കേട്ടോ. വളങ്ങൾ ചെയ്താലാണ് വളക്കുറവുകൊണ്ടും ഈ വെള്ളം കൂടുതൽ വരുന്നതുകൊണ്ടും ചെടിയൊക്കെ കേടാവും. അപ്പോൾ നിങ്ങൾ സിംബീഡിയം ഞാൻ ഈ പറഞ്ഞ വരുന്ന വേരുകൾ മുറിച്ച് കളഞ്ഞിട്ട്, നല്ല വേരുടെയും മുറിച്ച് കളഞ്ഞിട്ട് ആണെങ്കിൽ അത് ഒന്നുകൂടി ഫംഗിസൈഡിൽ മുക്കി കരി മാത്രം ഇട്ട് പോട്ട് ചെയ്തിട്ട് തണലത്ത് വെച്ച് ഇനി അടുത്ത് വരുന്ന മഴക്കാലം, അതായത് 5-6 മാസം വരെ നിങ്ങൾ തണലത്തിരുന്നോട്ടെ. ഇത് കഴിഞ്ഞിട്ട് പിറത്തേക്ക് വയ്ക്കുക. മഴ കൊള്ളണം, വെയിൽ കൊള്ളണം, ആ ദൂരത്തൂടെ പിറത്തേക്ക് വെച്ചോട്ടെ. സിംബീഡിയം വളരെ നന്നായി വരും. അങ്ങനെ ചെയ്തോളൂ. എൻ്റെ ഗ്രമറ്റോഫൈലം ചെടി ഇലകൾ മുഴുവനും കൊഴിഞ്ഞുപോയി. പുതിയ മുളകൾ വരുന്നത് ചീഞ്ഞു പോകുന്നു. ഞാൻ എന്ത് ചെയ്യണം? ഗ്രമറ്റോഫൈലം ഹൈ റേഞ്ചിൽ നന്നായി വളരുള്ളൂ. മറ്റുള്ള ഭാഗത്ത് അത് നന്നായി വളരുന്നില്ല. എങ്കിലും വളർത്തിയെടുക്കാം. പക്ഷെ വെള്ളം നിയന്ത്രിക്കണം. വളരെ കുറച്ച് വെള്ളം വേണ്ടു. ഇലയിലേക്ക് സ്പ്രേ ചെയ്യുന്ന മാതിരി ഇലയിലേക്ക് നന്നായി നനയ്ക്കുക. അടിയിലേക്ക് വളരെ കുറച്ച് വെള്ളം പാടുള്ളൂ. മാത്രമല്ല അത് അടിയിൽ വെള്ളം ഇരിക്കുന്ന അടിയിലത്തെ മീഡിയയിൽ വെള്ളം നിന്നിട്ടുണ്ടെങ്കിലാണ് വേര് ചീച്ചിലും കൂമ്പ് ചീച്ചിലും വരുന്നത്. അപ്പോൾ നിങ്ങളുടെ എല്ലാം ഇലകളെല്ലാം ചീഞ്ഞു പോയി, കൂമ്പ് വരുന്നു, ഇലകളെല്ലാം ഉണങ്ങിപ്പോയി, കൂമ്പ് വരുന്നത് ചീഞ്ഞു പോകുന്നു, അതല്ലേ പറയുന്നത്. അപ്പോൾ നിങ്ങൾ അവിടെ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇനി വരുന്ന കൂമ്പിനെയും രക്ഷപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ട് അവിടെയൊക്കെ ആ കൂമ്പ് വരുന്നതിൻ്റെ അടിയിൽ ആദ്യം വന്ന പോളകളൊക്കെ ഉണ്ട്, അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. പൂർണ്ണമായും അത് ക്ലീൻ ചെയ്തിട്ട് നനയ്ക്കുമ്പോൾ അധികം നന വേണ്ട, ഡ്രൈ ആയി നിർത്തുക. പിന്നെ മരുന്ന് കൊടുക്കുമ്പോൾ എല്ലാ മരുന്നുകളും അതിൻ്റെ മുകളിലേക്ക് തട്ടിക്കോട്ടെ. അങ്ങനെ നോക്കുന്നത് വെള്ളം വളരെ കുറച്ച് സ്പ്രേ ചെയ്യുന്ന രൂപത്തിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി. അപ്പോൾ ഇത് വരുന്നതിന് ഒരു പക്ഷേ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഇപ്പോൾ അതിൻ്റെ മേൽഭാഗത്തുനിന്ന് ചിലപ്പോൾ മുള പൊട്ടി വരുമൊക്കെ ചെയ്യും. അപ്പോൾ നനവ് കുറയ്ക്കുക.
വേരുകളിലേക്കൊക്കെ നനവ് കുറച്ച് വന്നാൽ ചെറിയ തണവ വേണ്ടു. അതാണ് ഹൈ റേഞ്ചിലേക്കാണ് ഇതിന് പറ്റിയ ചെടിയാണത്. അപ്പോൾ നോക്ക്, ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കിയാൽ രക്ഷപ്പെടുത്തിയെടുക്കാൻ കഴിയും. എനിക്ക് കുറച്ചധികം ഫെലനോപ്സിസുകൾ ഉണ്ട്. ഇവയിൽ കുറച്ചെണ്ണത്തിന്റെ ഇലകൾ വാടിക്കിടക്കുന്നു. ഇതിന് എന്ത് മരുന്ന് കൊടുക്കണം? ഫെലനോപ്സിസിലെ ഇലവാട്ടം അല്ലേ? ഈ ഇലവാട്ടത്തിന് നമ്മൾ കൊടുക്കുന്നത്, ഇലവാട്ടത്തിന് നമ്മൾ കൊടുക്കുക കൊസൈഡ്. കൊസൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് മേടിക്കാൻ കിട്ടും. കൊസൈഡ്, COCID, കൊസൈഡ്. ഈ മരുന്ന് നിങ്ങൾ 1 ഗ്രാം എടുത്ത് ഒരു നുള്ള് ആൻറ്റിബയോട്ടിക് ഏതെങ്കിലും ആവാം, കേസൈക്കിളിനാവാം, ടാഗ്മൈസിനാവാം, സ്ട്രെപ്റ്റോമൈസിനാവാം, ഏതെങ്കിലും ഒന്ന് എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 1 ഗ്രാം കൊസൈഡ് എടുക്കുക, 1 നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്തിട്ട് കൊടുത്തോളൂ. ആ ഇലവാട്ടം മാറും. ഇലവാട്ടം മാറാൻ ഇപ്പം ഇതാണ് ഉപയോഗിക്കുന്നത്. ഇലവാട്ടം മാറും. ഇല വാടാൻ പല കാരണങ്ങളൊക്കെ ഉണ്ടാകും കേട്ടോ. പുതുതായിട്ട് നമ്മൾ ചെടി മാറ്റി സെറ്റ് ചെയ്യുക. അപ്പോൾ അത് ഒരു നല്ല ചെടിയിൽ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ ചട്ടിലേക്ക് മാറുമ്പോൾ അതിൽ പുതിയ വേര് പൊട്ടുന്ന ഒരു വാട്ടം കാണും. ഇത് കൂടാണ്ട് ഇതിൻ്റെ നമ്മുടെ കാൽസ്യത്തിൻ്റെ കുറവുകൊണ്ടും ഇല തളർന്ന് കിടക്കുന്നത് കാണാം. കാൽസ്യത്തിൻ്റെ കുറവ് കൊണ്ടാണ് സാധാരണ. പിന്നെ ചൂടടിക്കുമ്പോൾ തളർന്ന് കിടക്കാം. അല്ല, ഈ വന്ന് ഇല തളർന്ന് കിടന്ന് ചുളിച്ചലുണ്ട് എങ്കിൽ അത് ഇലവാട്ടം തന്നെയാണ്. അപ്പോൾ അതിന് ഈ കൊസൈഡ് എന്നുള്ള മരുന്ന് എടുത്തിട്ട് അതിൽ 1 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിലേക്ക് എടുക്കുക. അതിൽ 1 നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുത്തോളൂ. ഒരു 3 തവണ കൊടുത്താൽ മതി. അപ്പോൾ തളർന്നെടുക്കുന്ന ഇലകൾക്ക് ചെറിയ മാറ്റം വരും. ഇനി വരുന്ന ഇലകൾ നല്ല ഇലകളായിരിക്കും. അങ്ങനെ ചെയ്തോളൂ. ഞാൻ മാസത്തിൽ 2 തവണ സാഫ് അടിക്കുന്നുണ്ട്. എൻ്റെ ഫെലനോപ്സിസിൻ്റെ ഇലകളിൽ സാഫിൻ്റെ നിറം തങ്ങി നിന്ന് ഇലകൾ കാണാൻ ഒരു ഭംഗിയുമില്ല. ഇലകളിലെ ഈ പാടുകൾ എങ്ങനെ കളയാം? സാഫ് കൊടുക്കുമ്പോൾ എങ്ങനെ പുള്ളി വിടാറൊക്കെ ഉണ്ട്, എല്ലാവരും കളറൊക്കെ വിടാറുണ്ട്. അതിന് നിങ്ങൾക്ക് ഞാനൊരു സൂത്രപ്പണി പറഞ്ഞുതരാം. അതായത് സാഫ് കലക്കി വെച്ചിട്ട് കാലത്ത് കലക്കി വയ്ക്കുക. കാലത്ത് അല്ലെങ്കിൽ തലസം കലക്കിയാലും കുഴപ്പമില്ല. കലക്കി വെച്ചിട്ട് നന്നായി കലക്കാം. നന്നായി വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്തിട്ട് അവിടെ വയ്ക്കുക. വെച്ചിട്ട് നമ്മൾ 4 മണിക്കല്ലേ വെള്ളം ഉപയോഗിക്കും, ഈ സാഫ് കൊടുക്കുള്ളൂ. കൊടുക്കുന്ന നേരത്തെ അതിൻ്റെ തെളി മാത്രമേ എടുക്കുക. അടിയിൽ ഊരിക്കും. അപ്പോൾ അത് കൊടുത്താൽ അല്ലെങ്കിൽ പാട് വീഴില്ല. പിന്നെ പാട് വീഴുന്നത് മാറ്റാൻ മാർഗമൊക്കെ ഉണ്ട്, അതൊക്കെ പറഞ്ഞുതരാം. അതുപോലെ എല്ലാവർക്കും സംഭവിക്കുന്നതാണ് ഈ ഇലയിൽ പാട് വീണിട്ടിട്ട് പിന്നെ ചന്തക്കുര ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ഒരു സൂത്രപ്പടിയുള്ളത് ഇനിയുള്ളത് ചെറുനാരങ്ങ എടുത്തിട്ട്, ചെറുനാരങ്ങ വന്നിട്ട് ചെറുനാരങ്ങ ആണെങ്കിൽ 1/2 ലിറ്റർ വെള്ളം, വലിയ ചെറുനാരങ്ങ ആണെങ്കിൽ 3/4 ലിറ്റർ വെള്ളം. 3/4 ലിറ്റർ വെള്ളത്തിൽ ഇതിൽ വലിയ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലൊരു തുണി കൊണ്ട് മുക്കിയിട്ട് ഒന്ന് ഞെക്കിയിട്ട് ആ വെള്ളം കുറച്ച് കളഞ്ഞിട്ട് ആ തുണി കൊണ്ട് ഈ ഫെലനോപ്സിസിൻ്റെ അല്ല തുടച്ചു കൊടുക്കുക. മൃദുവായിട്ട് തുടയ്ക്കണം. നല്ല അമർത്തി തുടയ്ക്കരുത്. മൃദുവായി തുടച്ചാൽ എല്ലാ പാടും പോവും. ക്ലീൻ ആയിരിക്കും. അതിലേക്ക് നല്ല ക്ലീൻ അടിഭാഗം മേൽഭാഗം തുടയ്ക്കുക. തുടച്ചാൽ പോവും, ഉറപ്പാണ്. ഞങ്ങളൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്ത് നോക്ക്, അത് പോവും. ചെറുതാണെങ്കിൽ 1/2 ലിറ്റർ, വലുതാണെങ്കിൽ 3/4 ലിറ്റർ വെള്ളത്തിൽ തുണി മുക്കിയിട്ട് തുടച്ചാൽ ഈ പാടുകളൊക്കെ പോവും. എല്ലാ പാടുകളും പോവും. എൻ്റെ കയ്യിൽ ആൻറ്റിലോപ്പ് ഡെൻഡ്രോബിയം 15 കടയുണ്ട്. നന്നായി പൂത്തിരുന്ന ചെടിയാണ്. എന്നാൽ ഇതിൽ മഞ്ഞളിപ്പ് കയറി ഇലകൾ പല ഭാഗത്തു നിന്നും കൊഴിഞ്ഞു പോകുന്നുണ്ട്. താങ്കൾ പറഞ്ഞ മരുന്ന് കൊടുത്തപ്പോൾ ഇതിൽ മാറ്റം വന്നതാണ്. എന്നാൽ ഇപ്പോൾ വീണ്ടും ആ മഞ്ഞളിപ്പ് കാണുന്നു. ഇതിന് പരിഹാരമുണ്ടോ? മറ്റു ചെടികളിലെ മഞ്ഞളിപ്പ് പൂർണ്ണമായും മാറിയിട്ടുണ്ട്. അപൂർവമായിട്ട് കുറേ ചെടികളിൽ ഇങ്ങനെ കാണുന്നുണ്ട്. മരുന്ന് കൊടുത്താലും പിന്നെയും വീണ്ടും ഈ രോഗം വരുന്നുണ്ട്. അതായത് ഇതിന് മാത്രമല്ല, നിങ്ങളുടെ ആൻറ്റിലോപ്പ് വർഗത്തിന് മാത്രമല്ല, രണാന്തരയ്ക്ക് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. നിങ്ങളപ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ ആൻറ്റിലോപ്പിന് മരുന്ന് കൊടുക്കുമ്പോൾ അതിന് സെപ്പറേറ്റ് ആയിട്ട് മരുന്ന് എടുക്കുക. 1 ലിറ്റർ വെള്ളം എടുക്കണമെങ്കിൽ ഒരല്പം മരുന്ന് കൂട്ടിയിട്ട് കൊടുക്കുക. അത് അമിസ്റ്റാറല്ലേ നിങ്ങൾ കൊടുത്തത്? ആ അമിസ്റ്റാർ കൊടുക്കുമ്പോൾ 1 ml എടുക്കുന്നിടത്ത് നിങ്ങൾ 1.25 ml എടുക്കുക. എന്നിട്ട് ആ ആൻറ്റിലോപ്പിന് ചെടികൾക്ക് മാത്രം കൊടുത്താൽ മതി. അല്പം അത് ഡോസ് ഇത്തിരി കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ ആ രോഗം മാറും. അതുകൊണ്ടാണ് അത് 1 ml നമ്മൾ കൊടുത്തപ്പോൾ അതിന് പോരാ, രോഗം മാറിയെങ്കിലും വീണ്ടും വന്നതാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഡോസ് അത്ര അല്പം കൂട്ടി കൊടുത്തിട്ട് വെച്ചാൽ ഇത് മാറും. അങ്ങനെ ചെയ്താൽ മതി. ആൻറ്റിലോപ്പ് ചെടികൾ
ഇതിൽ ഈ രോഗങ്ങൾ സാധാരണയുണ്ട്. ആൻറ്റിലോപ്പിൽ മാത്രമല്ല വേറെ ഈ ചെടികളിലൊക്കെ ഈ രോഗങ്ങൾ വരുന്നുണ്ട്. അപൂർവമാണ് ഈ രോഗം, അപൂർവം ചെടികളാണ് ഈ രോഗം വരുന്നുള്ളൂ. പിന്നെ ആൻറ്റിബയോട്ടിക് ഈ ആൻറ്റിലോപ്പ് ചെടിയുടെ പൂവുകളൊക്കെ വളരെ ഭംഗിയുള്ള പൂവാണ്, വളരെ ഉയരത്തിൽ വന്നിട്ട് പൂക്കുള്ളൂ. അപ്പോൾ അതിൽ മിക്ക ആൾക്കാർക്കും ഈ രോഗം വന്നിട്ട് പൂവാവണതിന് മുന്നേ കേടായി പോവാറാണ് പതിവ്. അപ്പോൾ ഈ മരുന്ന് എപ്പോഴും കൈവശം വെക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾ ചെയ്താൽ മതി. എൻ്റെ ഹിബിക്കി ചെടികൾ വലിയ കടകളായിരുന്നു. കൊണ്ടുവന്ന് 6 മാസമേ ആയുള്ളൂ. അത് ഇപ്പോൾ കേടായിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇത് നന്നാക്കി എടുക്കാൻ കഴിയുമോ? ഹിബിക്കി നന്നാക്കി എടുക്കാൻ എളുപ്പമുള്ള കാര്യമല്ല, എങ്കിലും ട്രൈ ചെയ്യാം. ഇതിപ്പോൾ നിങ്ങളുടെ ഇത് ഉണങ്ങി തുടങ്ങിയല്ലേ, ഈ ഉണങ്ങി നശിച്ച് പോയതിനു ശേഷം നിങ്ങൾ നനച്ച് സാധാരണ നനയ്ക്കണമാരൊക്കെ നനച്ചോളേ, അടിയിൽ നിന്ന് പുതിയ മുളകളൊക്കെ പൊട്ടി വരും. പൊട്ടി വന്നാലും അതിന് ഒരു ഗ്യാരണ്ടി ഒന്നുമില്ല. പക്ഷെ ഇത് ഉണ്ടാവാത്തതിൻ്റെ കാരണം ഇത് നമ്മുടെ ഈ ഉഷ്ണമേഖലയിൽ ഉണ്ടാവുന്ന, ഉഷ്ണമേഖല എന്ന് വെച്ചാൽ കൂടുതൽ ചൂടുള്ള ഭാഗത്ത് ഉണ്ടാവണ ഇതല്ല ഹിബിക്കി, അത് ഹൈ റേഞ്ചിൽ ഉണ്ടാവണമെന്ന്. അപ്പോൾ ഹൈ റേഞ്ചിൽ ഉണ്ടാവുന്ന ചെടി നമ്മളോട് ഉണ്ടാക്കി എടുക്കാൻ നല്ല പ്രയാസമാണ്. ഇനിയിപ്പോൾ നിങ്ങളിതിനെ ഇത് പോയി കഴിഞ്ഞ് നനച്ച് ഒക്കെ ശരിയാക്കി കൊണ്ടുവന്നാലും പുതിയ പൊടിപ്പൊക്കെ വരുന്നുള്ള ഉറപ്പാണ്. പക്ഷെ അതിന് ആയുസ്സൊന്നും അധികം കിട്ടില്ല. ഇപ്പോൾ 6 മാസം കിട്ടിയാൽ തന്നെ ഭാഗ്യമാണ്. ഞങ്ങളൊക്കെ ഒരു വർഷം എത്ര പാടുപെട്ടാലും ഒരു വർഷം കഴിയുമ്പോൾ നശിപ്പാറ വരും. അപ്പോൾ ഹിബിക്ക് കഴിയുന്നത് ഒഴിവാക്കുക, കഴിക്കാതിരിക്കുക. ഞാൻ ഓർക്കിഡ് വളർത്താൻ തുടങ്ങിയിട്ട് 3 വർഷമായി. 12 കളർ ഒന്നിച്ചു വാങ്ങി. ഇപ്പോഴും ചിലതിൽ പൂക്കൾ വന്നില്ല. എന്ത് വളമാണ് ഉപയോഗിക്കേണ്ടത്? 3 വർഷമായിട്ടും ചെടി പൂക്കാതിരിക്കുന്നത് നിങ്ങളുടെ നോട്ടക്കുറവ് കൊണ്ടാണ്. അത് നോട്ടക്കുറവില്ലാതാണ് പ്രധാനമായിട്ട് അത് മനസ്സിലാക്കേണ്ടത്. ചെടികൾക്ക് 1 വർഷമാകുമ്പോൾ തന്നെ പൂ വരാറുണ്ട്. ഇനി ഒരു തൈ മേടിച്ച് വെച്ചാൽ തന്നെ 1 വർഷം കൊണ്ട് പൂക്കാറൊക്കെ ഉണ്ട്. പൂവ് എണ്ണം കുറയുന്നു മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അതിനെ ശുശ്രൂഷിക്കുന്നില്ല, കൊണ്ടുവച്ച് നനയ്ക്കുന്നുണ്ട്, ഏതെങ്കിലും വളം ചെയ്യുന്നുണ്ട്. പക്ഷേ വളം ചെയ്യേണ്ട സമയത്തല്ല വളം ചെയ്യുന്നത്. അതിൻ്റെ വളം കിട്ടുന്ന നേരത്തെ വളം കിട്ടുന്നില്ല. പ്രധാനമായിട്ട് വെള്ളം തന്നെ കിട്ടുന്നുള്ളൂ. വളം കിട്ടാത്തത് കൊണ്ടാണ് അത് പൂക്കാത്തത്. അതിന് വളം ചെയ്യാൻ നമ്മുടെ വീഡിയോ കണ്ടിട്ടാണോ നിങ്ങൾ ഈ ചോദ്യം ചോദിച്ചത്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ട് ചോദിച്ചതാണോ? വീഡിയോ കണ്ടിട്ടാണ് ചോദിച്ചതെങ്കിൽ ആ വീഡിയോയിൽ ഞാൻ എൻ്റെ ക്ലാസ്സിൽ എല്ലാ വളങ്ങളും കൊടുക്കേണ്ട രീതിയെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എങ്കിലും ഒന്നുകൂടി പറയുകയാണ്, നിങ്ങൾ കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുക. അതിനുശേഷം കാൽസ്യം നൈട്രേറ്റ് കൊടുക്കുമ്പോൾ തനിയെ കൊടുക്കുക. പിന്നീട് NPK കൊടുക്കുക. NPK കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് NPK 13, 27 എടുക്കുക. 5 ഗ്രാം 1 ലിറ്റർ വെള്ളം. അതിൽ ഒരു ലിറ്റർ ഒരു നുള്ള് എപ്സം സാൾട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കൊടുക്കേണ്ടത് കാൽസ്യമായി, NPK ആയി, എപ്സം സാൾട്ടായി. പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത് പ്രോട്ടീൻ ചേർന്നിട്ടുള്ള വളങ്ങളും എല്ലാം കിട്ടുന്നുണ്ട്. സീവീഡിൻ്റെ വളങ്ങളൊക്കെ കിട്ടും പ്രോട്ടീനുള്ളത്. അത് കൊടുക്കുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ അമിനോ ആസിഡ് ഉള്ള വളങ്ങളൊക്കെ കിട്ടും. അതൊക്കെ കൊടുത്താൽ നിങ്ങളുടെ ചെടികളൊക്കെ നന്നായി വരും. അപ്പോഴാണ് പൂ ഉണ്ടാവുള്ളൂ. ഇങ്ങനെയൊക്കെ ചെയ്യ്. ഇനി പിന്നെ എന്നിട്ട് വിളിക്ക്. ഇനി പിന്നെ പോരായ്മ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത്രയൊക്കെ നിങ്ങൾ ചെയ്യ്. ഫലനോപ്സിസിലെ സ്റ്റെം റോട്ടിനുള്ള മെഡിസിൻ പറഞ്ഞു തരാമോ? സ്റ്റെം റൂട്ടിൽ വന്ന ഒരു അഴുകൽ ചീച്ചൽ രോഗങ്ങൾ വരുന്നുണ്ട്. ചീച്ചൽ രോഗങ്ങളെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ആദ്യം തന്നെ. അതിന് കൊടുക്കാവുന്ന മരുന്ന് അമിസ്റ്റാർ ടോപ്പ് തന്നെയാണ്. അത് ഡൈഫൻ കോൺസോളും അസോസ്കിസ്ട്രോബിനും ചേർന്ന മരുന്നാണ്. അത് 1 ml 1 ലിറ്റർ വെള്ളത്തിലെടുത്ത് കൊടുക്കുക. ചീച്ചിന് വേണ്ടിയിട്ട് ഇത് കൊടുക്കാറുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിലൊരു നുള്ള് നമ്മുടെ ആൻറ്റിബയോട്ടിക് ചേർക്കാം. ആൻറ്റിബയോട്ടിക് ചേർത്ത് കൊടുത്തോളൂ. ആൻറ്റിബയോട്ടിക് ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 ആഴ്ച കൊടുക്കേണ്ട വരും. ആഴ്ചയിൽ ഒരു തവണയായിട്ട് നിങ്ങൾ ഒരു 3 തവണ നിങ്ങൾ കൊടുത്തോളൂ. അതിൽ ഈ അഴുകലും പോവും, ഇല കൊഴിച്ചിലും പോവും, ഇല പഴുത്ത് കൊഴിഞ്ഞ് പോകുന്ന രോഗം ചെറിയ മഞ്ഞളിപ്പ് കൊണ്ട് പൊക്കോളും. കരിച്ചൽ ചെറിയ ഇലപ്പുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ വരാതെ നോക്കാം, വെള്ളമൊക്കെ പോയിന്ന് വരും. അപ്പോൾ അത് വേണ്ടത് ഒരു അമിസ്റ്റാർ ടോപ്പ് മേടിച്ചിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ 1 ml എന്ന അളവിലെടുത്ത് അതിലൊരു നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുക്കുക. ആഴ്ചയിൽ തവണ 3 ആഴ്ച കൊടുത്താൽ ഈ രോഗം പൂർണ്ണമായും മാറുന്നതാണ്.
ഇനി ഒരു കോഴ്സ് എന്ന് പറയുമ്പോൾ 4 തവണ കൊടുക്കേണ്ടത്, 3 തവണ കൊടുക്കുകയും മാറും. വേണമെങ്കിൽ 4 തവണ കൊടുത്തോളൂ, 4 ആഴ്ച അടുപ്പിച്ച് കൊടുത്തോളൂ, ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചെയ്തോളൂ, ഈ രോഗം മാറുന്നതാണ്. പൂക്കൾ വേഗത്തിൽ കൊഴിയുന്നു, എന്താണ് കാരണം? വെള്ളം നനയാതെ നോക്കുന്നുണ്ട്. പൂക്കൾ വേഗത്തിൽ കൊഴിയുന്നത് രോഗമാണ്. അതിന് മരുന്ന് കൊടുക്കണം. അത് നിങ്ങൾ കൊഴിഞ്ഞു പോയ എല്ലാ പൂവും കൊഴിഞ്ഞ് നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഉണങ്ങി നിൽക്കുന്നുണ്ട്, അത് കുടിച്ചോളൂ. ഒരു കൊലവാട്ടം എന്ന് പറഞ്ഞൊരു രോഗമാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ട വെച്ചാൽ കൊസൈഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും. ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുള്ളത്, ഈ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, കൊസൈഡ് എന്ന് പറഞ്ഞ മരുന്ന് കിട്ടും. നിങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് കൊസൈഡ്. ആ കൊസൈഡ് മേടിച്ചിട്ട് 1 ഗ്രാം കൊസൈഡ് എടുത്തിട്ട് അതിൽ 1 നുള്ള് ആൻറ്റിബയോട്ടിക്കും ചേർത്ത് കൊടുക്കുക. ആ ആൻറ്റിബയോട്ടിക് അപ്പോൾ ഈ ഇലവാട്ടം തറഞ്ഞ കൊലവാട്ടം തറഞ്ഞ രോഗം മാറും. അത് നിങ്ങളൊരു 3 തവണ കൊടുത്തോളൂ. ആഴ്ചയിൽ 1 തവണ വെച്ചിട്ട് 3 ആഴ്ച അത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ രോഗം വരില്ല. അപ്പോൾ ആ കൊലവാട്ടം തറഞ്ഞ രോഗമാണ് നിങ്ങളുടെ ഈ വാട്ടം ഉണ്ടാക്കിയത്, പൂവുകൾ വേഗം വാടിപ്പോയത്. പെട്ടെന്ന് വാടുന്നത് അങ്ങനെയാണ്. പിന്നെ നല്ല വെയിലത്ത് നിന്നിട്ടുണ്ടെങ്കിലും ചില ചെടികൾക്കൊക്കെ പൂ വാടാറുണ്ട്. എങ്കിലും 2 മാസം നിൽക്കുന്ന ചെടി 1.5 മാസമെങ്കിലും നിൽക്കും, വാടി തുടങ്ങുള്ളൂ. മറ്റേ നിങ്ങൾ വേഗം പാടുന്നുണ്ടെങ്കിൽ അത് കൊലവാട്ടത്താൻ രോഗത്തിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിന് കൊസൈഡ് എന്ന് പറയുന്ന മരുന്ന് 1 ഗ്രാം 1 ലിറ്റർ വെള്ളം അതിലൂടെ നുള്ളിൽ ആൻറ്റിബയോട്ടിക് ചേർത്തിട്ട് ആഴ്ചയിൽ തവണ വീതം 3 ആഴ്ച കൊടുത്തോളൂ, രോഗം മാറും. ഞാൻ ചെറുതായി നഴ്സറി നടത്തുന്ന ആളാണ്. എൻ്റെ ബ്രൗൺ സ്പ്ലാഷ് ചെടികളിലും ആൻറ്റിലോപ്പ് ചെടിയിലും കൂമ്പ് ചീച്ചൽ മാറുന്നില്ല, ഇലമഞ്ഞളിപ്പും ഉണ്ട്. അതിനുള്ള മരുന്ന് പറഞ്ഞു തരാമോ? ആൻറ്റിലോപ്പും വന്നിട്ട് പിന്നെ ബ്രൗൺ സ്പ്ലാഷ് അല്ലേ, അത് കൂമ്പ് ചീച്ചൽ എല്ലാവരും വരും. പക്ഷെ അവിടെ നിങ്ങൾക്ക് ആ ചെടിയിലെ കണ്ടുള്ള ഈ ചെടിക്ക് വേഗം ബാധിക്കുന്നതിൻ്റെ പ്രതിരോധം കുറഞ്ഞുകൊണ്ടാണ് കൂമ്പ് ചീച്ചൽ ഉണ്ടാകുന്നത്. കൂമ്പ് ചീച്ചൽ എന്നൊരു രോഗമാണ്. പിന്നെ ചെടികളിൽ ഈ കീടങ്ങളുടെ ലാർവ പൂപ്പകളൊക്കെ വന്നെടുത്തിട്ട് അത് പൂപ്പയാവുന്ന സമയത്ത് നീരുറ്റി വെച്ച് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു കൂമ്പ് ചെയ്യാൻ ഒരു കാരണത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ കൂമ്പ് ചീച്ചലിന് രോഗം തന്നെയുണ്ട്. ഈ രോഗത്തിന് നമ്മൾ കൊടുക്കേണ്ടത് റിഡോമിൽ ഗോൾഡ് എന്ന് പറഞ്ഞൊരു മരുന്ന് കിട്ടും. റിഡോമിൽ ഗോൾഡ്, അതായത് റിഡോമിൽ ഗോൾഡ് വന്നിട്ട് നമ്മുടെ സാഫിൻ്റെ മാതിരി തന്നെ അതിൽ മാംഗോ സബും പിന്നെ മെറ്റലക്സിനാണ് അതിൽ ചേർന്നിട്ടുള്ള മരുന്ന്. 4% മെറ്റലക്സിൻ മറ്റേ മാംഗോ സബാണ്. ആ മരുന്ന് കിട്ടും. ആ മരുന്ന് നിങ്ങൾ 1 ഗ്രാം പോരാ, 2 ഗ്രാം എടുക്കണം. 2 ഗ്രാം 1 ലിറ്റർ വെള്ളം കൊടുക്കുക. ഒരു 2-3 ആഴ്ച തന്നെ കൊടുക്കണം. അത് കൊടുത്തോളൂ. അങ്ങനെ കൊടുത്താൽ അതിൽ ചെറിയ മഞ്ഞളിപ്പൊക്കെ പോവും, കൂമ്പ് ചീച്ചൽ പൂർണ്ണമായും മാറും. ഇതാണ്. പിന്നെ ഈ കീടങ്ങൾ വന്ന് മുട്ടയിട്ട് അവിടെ ഈ പൂപ്പൊക്കെ ഇട്ടായിട്ട് നീരൂറ്റി കുടിക്കുകയാണെങ്കിൽ മരുന്ന് വേറെയാണ്. ഇപ്പം നിങ്ങളിത് കൊടുത്താൽ ഈ ഇതിനിങ്ങനെ സംഭവിക്കുന്നത് സാധാരണ സംഭവിക്കാറുണ്ട് തന്നെയാണ്. അതിൻ്റെ കൊടുത്താൽ മതി, റിഡോമിൽ ഗോൾഡ് തന്നെ കൊടുത്താൽ മതി. 2 ഗ്രാം 1 ലിറ്റർ വെള്ളം ആഴ്ചയിൽ 1 വീതം 3 തവണ കൊടുത്തോളൂ. 2 തവണ 3 തവണ കൊടുത്തോളൂ, കുഴപ്പമില്ല, മാറും. 1 വർഷമായി സാദാ ഓർക്കിഡ് നട്ടിട്ട് ഇതുവരെയും പൂക്കൾ വന്നില്ല, എന്താണ് ചെയ്യേണ്ടത്? 1 വർഷമായി പൂ വന്നില്ല എന്ന് വെച്ചാൽ പൂ വരേണ്ട നിരക്കായിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇത്തിരി നോട്ടക്കുറവുണ്ട്. അതിൻ്റെ പരിപാലനം പോരാണ്ടാണ് ആ ചെടി പൂക്കാത്തത്. 1 വർഷം കൊണ്ട് പൂക്കണം. 1 വർഷം ആവുമ്പോൾ തന്നെ ചെറിയ കൊലകളൊക്കെ വരാറുണ്ട്. 1 വർഷം ആകുമ്പോൾ പൂക്കണ നേരൊക്കെയുണ്ട്. എന്തായാലും വളം കൊടുക്കുന്നത് ഒന്ന് ശ്രദ്ധിക്കുക. വളം കൊടുക്കുന്നത് എന്താ NPK കൊടുക്കുന്നു പറഞ്ഞു. വളം കൊടുക്കണം പറഞ്ഞിട്ടില്ല. നിങ്ങൾ വളം കൊടുത്തോളൂ. NPK മാത്രം പോരാ, NPK കൊടുക്കണം. NPK എന്ന് പറയുമ്പോൾ പ്രൈമറി ആയിട്ടുള്ള, സെക്കൻഡറി കാൽസ്യം, മെഗ്നീഷ്യം, സൾഫർ സെക്കൻഡറി കൂടി കൊടുക്കണം. സെക്കൻഡറി കൊടുക്കുക. ഇത് കൂടാതെ അമിനോ ആസിഡും വൈറ്റമിൻ ഗുളികകളൊക്കെ കൊടുത്തോളൂ, കൊടുക്കുക നിങ്ങൾ. ഇപ്പോൾ കൊടുക്കുമ്പോൾ 1 വർഷമെങ്കിൽ നിങ്ങൾ 13, 27, 27 കൊടുക്കും. 13, 27, 27 5 ഗ്രാം 1 ലിറ്റർ 4 ദിവസത്തിലൊരിക്കൽ. അപ്പോൾ അതിൽ 4 ദിവസത്തിലൊരിക്കൽ എഫ്സാൾട്ട് നുള്ളിട്ടെടുത്തോളൂ. പിന്നെ കൊടുക്കേണ്ടത് ഇത് തന്നെ. ആഴ്ചയിൽ 2 തവണ, 2 ആഴ്ചയിൽ 1 തവണ അമിനോ ആസിഡ് കൊടുക്കാം. ഈ
കാൽസ്യം ഈ നമ്മുടെ വൈറ്റമിൻ ഗുളിക കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ മൾട്ടി വിറ്റാമിൻ ഗുളിക മേടിക്കാം, അല്ലെങ്കിൽ യൂറോബൈൻ ഗുളിക മേടിക്കാം. ഏതെങ്കിലും ഒന്ന് മേടിച്ചിട്ട് 4 ദിവസത്തിൽ ഒരു തവണ 10 ലിറ്ററിലേക്ക് ഒരു ഗുളിക വീതം വെച്ച് കൊടുത്തോളൂ. നമ്മുടെ ഡീറ്റെയിൽഡ് വീഡിയോ ഉണ്ട്. നിങ്ങൾ വീഡിയോ കണ്ടിട്ടില്ലേ? ഇതിൻ്റെ ക്ലാസ് നടന്നൊരു വീഡിയോ കണ്ടില്ലേ? തട്ടും തവി എന്ന് പറഞ്ഞ ചാനലെടുക്കുക യൂട്യൂബിൽ. അതിൽ പറയുന്നുണ്ട്, അതിൽ തട്ടും തവി എടുത്തിട്ട് അതിൽ ഓർക്കിഡ് ക്ലാസ് നടക്കുന്ന ഉണ്ട്. അതെടുത്താൽ നിങ്ങൾക്ക് ആദ്യം തൊട്ടുള്ള വിവരണം കിട്ടും. അതിലെല്ലാം വിട്ട് പറയുന്നുണ്ട്. അതൊന്ന് കണ്ടോളൂ. ഇത് ഞാൻ പലവട്ടം പറഞ്ഞ് പറഞ്ഞതാണ്. അപ്പോൾ ആ ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വേറെ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ അങ്ങനെ എടുത്ത് നോക്കും. എൻ്റെ ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ട്, എന്നാൽ പൂക്കൾ ഇല്ല. എന്താണ് കാരണം? NPK 13, 27, 27 കൊടുക്കുന്നുണ്ട്. ഇനി എന്ത് വളം കൊടുക്കണം? നിങ്ങളുടെ ചെടികൾക്ക് ആരോഗ്യമുണ്ട് എന്ന് പറഞ്ഞു, വളം NPK കൊടുക്കുന്നെന്നും പറഞ്ഞു. പക്ഷെ നിങ്ങളുടെ ചെടികൾക്ക് കൊടുക്കുന്ന NPK ഒരു പക്ഷേ കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ വളം കൊടുക്കുന്ന സമയം തെറ്റിയിട്ടാണ് വളം കൊടുക്കുന്നത്. ചെടികൾക്ക് വളം കിട്ടുന്നില്ല. ആരോഗ്യമുണ്ടെന്ന് പറഞ്ഞു. ആരോഗ്യം ഉണ്ടെങ്കിൽ ചെടി പൂക്കണ്ടേ? പൂക്കാത്തതുകൊണ്ട് ഒന്നുമില്ല, തണലത്തായി നിങ്ങളുടെ ചെടി നിൽക്കുന്നത്. വെയിലടിക്കുന്നില്ല. വെയിലിൻ്റെ പോരായ്മ കൊണ്ടും ചെടി പൂക്കാതിരിക്കാം. അപ്പം അതുകൊണ്ട് ഞാൻ ഇപ്പം തന്നെ പറഞ്ഞ വരെ ഒന്നുകൂടി പറയുന്നത്, ഈ തട്ടും തവി എന്ന് പറഞ്ഞൊരു ചാനൽ ഉണ്ട്. ആ യൂട്യൂബിൽ ആ ചാനൽ എടുത്തിട്ട് ഓർക്കിഡ് ക്ലാസ് ഉണ്ട്, കിട്ടും അതിൽ. അത് കാണും. നിങ്ങൾ തുടക്കം തൊട്ട് അത് കാണുകയാണെങ്കിൽ ഞാൻ എല്ലാ അതിനെപ്പറ്റി വിവരിച്ചിട്ടുണ്ട്. നിങ്ങൾ അതിലെല്ലാം പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ നന്നായി പഠിക്കുക, മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളും അതിൽ പറഞ്ഞിട്ടുണ്ട്. പൂണ്ടാവേണ്ട കാര്യങ്ങളും വളം കൊടുക്കേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ മേൽ പറഞ്ഞ ചോദ്യങ്ങൾ ഇത് തന്നെയായിരുന്നു. നിങ്ങളത് ആ ചാനലെടുത്തിട്ട് ഒന്ന് പഠിക്കുക, മനസ്സിലാക്കും. എനിക്ക് 200-ലധികം ഓർക്കിഡുകൾ ഉണ്ട്. പക്ഷെ ഇപ്പോൾ മറ്റാർക്കും ഇല്ലാത്ത ഒരു പ്രശ്നം ഉണ്ട്. ഓർക്കിഡിൻ്റെ സ്റ്റെമ്മിൽ ദ്വാരമുണ്ടാക്കി ഒരു പുഴു കയറുന്നു. ഇത് ആ ചെടിയെയും പൂമൊട്ടിൻ്റെ തണ്ടും തിന്ന് അത് അഴുകിപ്പോകാനായിട്ട് ഇടയാക്കുന്നു. എന്ത് ചെയ്യണം? തണ്ട് തുറന്ന് പുഴു ഉള്ളിൽ കയറുന്നു, അതല്ലേ ചോദ്യം? തണ്ട് തുറന്ന് ഉള്ളിൽ പുഴു കയറാൻ കാരണം വരുന്നത് ചെടിയിലെ ഈ ചിത്രശലഭം പോലത്തെ സാധനം ഉണ്ടല്ലോ. ചിത്രശലഭം പോലത്തെ സാധനങ്ങൾ ചെറുതുണ്ട്. ചിത്രശലഭം അല്പം വലുതാണ്, ഇത് ചെറുതാണ്. അതേമാതിരി തന്നെ വെളുത്തതുണ്ട്, മഞ്ഞുണ്ട്, കറുത്ത പല രൂപത്തിലുള്ളുണ്ട്. ഇവർ വന്നിട്ട് രാത്രി കാലങ്ങളൊക്കെ ഈ ചെടികളിലാണ് വന്നിരിക്കുന്നത്. അത് ഓർക്കിഡിൽ മാത്രമല്ല, എല്ലാ ചെടികളിലും വന്നിരിക്കും. ഇവരെ അത് മുട്ടയിട്ടിട്ട് ആ മുട്ട വിരിയുന്നതാണ് ചെടിയിനകത്ത് പെട്ടിട്ട് ഈ പുഴുവായിട്ട് മാറുന്നത്. തണ്ട് തുറപ്പനൊക്കെയായി മാറുന്നതൊക്കെ ഇത് തന്നെയാണ്. തണ്ട് തുറപ്പനൊക്കെയായി മാറുന്നത്. ഇതിന് മരുന്ന് നിങ്ങൾ തണ്ട് തുറപ്പുള്ള മരുന്ന് ഏതെങ്കിലും കടയിൽ നിന്ന് മേടിച്ച് തണ്ട് തുറപ്പുള്ള മരുന്ന് മേടിച്ചിട്ട് അത് അടിച്ചു കൊടുത്താൽ മതി, പോവും. അതന്നെ എൻ്റെ മരുന്ന്. തണ്ട് തുറപ്പുള്ള മരുന്ന് ചോദിച്ചാൽ മതി. തണ്ട് തുറപ്പുള്ള മരുന്ന് ഏതാണെന്ന് വെച്ചാൽ അത് ആ കീടനാശിനി കൊടുത്താൽ അത് മാറും. അതാണ് സംഭവം. അത് ചെയ്തോളൂ. ഇലകൾക്ക് മഞ്ഞ നിറം, എന്ത് ചെയ്യണം? ഇലകൾക്ക് മഞ്ഞ നിറം വരുന്നത് ഞാൻ പറഞ്ഞു എന്തോരം പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീഡിയോ കാണാതെയാണ്, കഴിഞ്ഞു പോയ വീഡിയോകൾ കാണാതെയാണ് ഈ നിങ്ങൾ ചോദിക്കുന്നത്. പല കാരണങ്ങൾ കൊണ്ട് മഞ്ഞളിപ്പ് വരുന്നുണ്ട്. അതിന് പറഞ്ഞ മരുന്നാണ് വീണ്ടും പറയാനുള്ളത്. അപ്പോൾ നിങ്ങളിപ്പോൾ ശക്തിയായ മഞ്ഞളിപ്പുണ്ട് എങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കുക. ആ മഞ്ഞളിപ്പ് 2 ഇല പൂർണ്ണമായിട്ടും അടിയിൽ നിന്നോ ഇടയിൽ നിന്നോ 2 ഇല പൂർണ്ണമായിട്ടും മഞ്ഞിച്ചിട്ടുണ്ടെങ്കിൽ അത് മഞ്ഞളിപ്പ് രോഗമല്ല, അത് ഡൗണി മിൽഡി എന്ന് പറഞ്ഞ രോഗമാണ്. അത് ശ്രദ്ധിച്ചിട്ട് ഡൗണി മിൽഡി രോഗമാണ് എങ്കിൽ നിങ്ങൾ അതിന് അമിസ്റ്റാർ എന്ന് പറഞ്ഞ മരുന്ന് കൊടുക്കണം. അമിസ്റ്റാർ എന്ന് പറഞ്ഞ മരുന്ന് നമ്മൾ എടുക്കുമ്പോൾ ഒരു 2 ml 1 ലിറ്റർ വെള്ളം, 2 ml വേണ്ട. അമിസ്റ്റാർ വന്നിട്ട് 1 ml എടുത്താൽ മതി 1 ലിറ്റർ വെള്ളത്തിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡൗണി മിൽഡി ആണെങ്കിൽ, അതായത് ഇല പഴുത്തിട്ട് ഇല പഴുത്തല 2 ദിവസം കഴിയുമ്പോഴേക്കും കൊഴിയും. അങ്ങനത്തെ രോഗമാണെങ്കിൽ നിങ്ങൾ 1 ml 1 ലിറ്റർ വെള്ളത്തിൽ എടുത്തിട്ട് ഒരു 4 ദിവസത്തിൽ 1 കിലോ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 1 ദിവസം കൊടുക്കുക. 2-3 തവണ കൊടുത്താൽ അത് മാറും. അല്ല വെറും മഞ്ഞളിപ്പ് മാത്രമല്ല. മഞ്ഞളിപ്പ് ശ്രദ്ധിക്കണം. മഞ്ഞളിപ്പ് ഒരു ഇലയുടെ ഒരു ഭാഗം തന്നെ മഞ്ഞളിപ്പിക്കുകയാണ് എങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് മരുന്ന് ഈ കോണ്ടാഫ് എന്ന് പറഞ്ഞ മരുന്ന് കിട്ടും. കോണ്ടാഫ് എടുക്കുമ്പോൾ 2 ml എടുക്കുക. കോണ്ടാഫ് 2 ml എടുത്ത് കൊടുക്കുക. പിന്നെ വേറെ മഞ്ഞളിപ്പൊക്കെ ഉണ്ടെങ്കിൽ പൂർണ്ണമായും മഞ്ഞളിപ്പ്, ഭാഗികമായ മഞ്ഞളിപ്പാണെങ്കിൽ സാധാരണ ഈ സാഫ് ഇഫ് കൊടുക്കുന്നതൊക്കെ ചെറിയ മഞ്ഞളിപ്പൊക്കെ മാറും.
പിന്നെ മഞ്ഞളിപ്പ് വരുന്നതിനിപ്പോൾ എന്താണ് റിഡോവിൽ ഗോൾഡ് കൊടുക്കാം. അപ്പോൾ മഞ്ഞളിപ്പ് മാറി ചെറിയ കൂമ്പ് ചീച്ചിലൊക്കെ മാറും. കൂമ്പ് ചീച്ചിൽ മഞ്ഞളിപ്പ് മാറും. അങ്ങനെയൊക്കെ ചെയ്യുക. അപ്പോൾ അത് ലക്ഷണം നോക്കിയിട്ട് അത് വേണ്ട മാതിരി നോക്കുക. ഏതാണെന്നുള്ള വിവരം മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ട മാതിരി ചെയ്യുക. എൻ്റെ ചെടിയിൽ ചെറിയ ചെറിയ പ്രാണികൾ വന്നിരുന്ന് വെള്ള കളറിലെ കൂട് കൂട്ടുന്നു. അതിന് എന്ത് ചെയ്യണം? പിന്നെ മൊട്ടുകൾ ആയി കഴിയുമ്പോൾ അത് പ്രാണികൾ വന്നിരുന്ന് മൊട്ടു ചീത്ത ആക്കാതിരിക്കാൻ എന്ത് സ്പ്രേ ചെയ്യണം? പ്രാണികൾ വന്നിരുന്ന് വെള്ള കളർ ഉണ്ടാക്കുന്നു. അവിടെ വെള്ള ഒരു പൊടി തൊങ്ങലൊക്കെ കാണാം. അത് വെള്ളിച്ചയാണ്, വൈറ്റ് ഫ്ലൈ ആണത്. അത് വന്നിരിക്കുന്നത് ചില സമയത്ത് നിങ്ങൾ കാണില്ല. അവിടെ ഈ തൊങ്ങ് വെള്ള ഇതിനെ കാണുള്ളൂ. അത് വൈറ്റ് ഫ്ലൈ വന്നിരിക്കുന്നതാണ്. അതിന് നിങ്ങൾ കൊടുക്കേണ്ട പെഗാസസ് എന്ന് പറഞ്ഞ മരുന്ന് കിട്ടും. പെഗാസസ് അതിൽ വെള്ളിച്ച കയ്യിൽ പൊക്കോളും. വെള്ളിച്ചക്കുള്ള മരുന്ന് പെഗാസസ് മേടിച്ചാൽ വെള്ളിച്ച പൊക്കോളും. പിന്നെ വന്നിട്ട് നിങ്ങൾ പറയുന്നത് ഈ മുട്ടുകൾ നശിപ്പിക്കാതിരിക്കാൻ, വന്ന മുട്ടുകൾ കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രംപ്, ജമ്പ്, റുപ്പി അങ്ങനെ 3 തരത്തിലുള്ള മരുന്ന് കിട്ടുന്നുണ്ട്. ജമ്പ്, ട്രംപ്, റുപ്പി. ഇതിലേതെങ്കിലും മേടിക്കുക. ഇതൊരു പാക്കറ്റാണ് വരുന്നത്. ഒരു പാക്കറ്റ് നിങ്ങൾക്ക് 5 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കൊടുക്കുക. അപ്പോൾ ഉറുമ്പ്, പാറ്റ, അങ്ങനെ മുട്ടിനെ നശിപ്പിക്കാൻ വന്നിരിക്കുന്ന ചെറിയ പ്രാണികളൊക്കെ അതിൽ നശിച്ചു പോയിക്കോളും. കുട്ടീനെ സംരക്ഷിക്കാൻ പറ്റും. പക്ഷേ വലിയ കൊലയ്ക്ക് ബാധിക്കുന്ന വലിയ കൊലകളിൽ കരിച്ചൽ ഒക്കെ പൂർണ്ണമായി കരിഞ്ഞു പോകുന്ന സംഭവമൊക്കെ ഉണ്ട്. അതിന് മരുന്ന് വേറെയാണ്. അപ്പോൾ ആ സംഭവം നിങ്ങളിൽ കാണുന്നില്ല. മുട്ട് വരുന്നുണ്ട് എങ്കിൽ മുട്ട് മൂത്ത് കഴിഞ്ഞാൽ മുട്ടിന് കേടൊന്നും പറ്റുന്നില്ല. സാധാരണ മുട്ടിന് വന്നിട്ട് ഒരു കരുതലായിട്ട് കൊടുക്കാൻ നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയാണ്. ഒന്നുകൂടി പറയാം, ട്രംപ്, ജമ്പ്, റുപ്പി. ഇതിലേതെങ്കിലും ഒരു മരുന്ന് മേടിക്കാം. അങ്ങനെ ചെയ്യാം. തണ്ടു തുറന്നു പുഴു കയറുന്നത് തടയാനുള്ള മരുന്ന് എന്താണ്? പലതും പരീക്ഷിച്ചു. ഇതിപ്പോൾ തന്നെ ചോദിച്ച ചോദ്യമല്ലേ? ആ ചോദ്യത്തിന് ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇത് തന്നെയാണ്. ഈ ശൽക്കങ്ങൾ മുട്ടയിട്ടിട്ട് ആ മുട്ടയുടെ പൂപ്പ വന്നിട്ട് ഇതിനുള്ളിൽ പെടുന്നതാണ്. ഇപ്പോൾ തണ്ടുവരപ്പനായി മാറുന്നതാണ്. ഇത് തണ്ടുവരപ്പനുള്ള മരുന്ന് കീടനാശിനിയാണ്. തണ്ടുവരപ്പനുള്ള കീടനാശിനി ചോദിച്ച് മേടിക്കുക. അപ്പോൾ മേടിക്കുന്നവർ തന്നെ അവർ അതിൻ്റെ ഡോസ് പറഞ്ഞു തരും. എല്ലാ കടയിലും കിട്ടുന്നതാണ്. എല്ലാ കടകളിലും ചോദിക്കുക. ഈ വളം വെക്കുന്ന കടകളിൽ പോയിട്ട് ചോദിക്കുക, ഈ തണ്ടുവരപ്പനുള്ള മരുന്ന് തരാൻ പറയും. അപ്പോൾ അവർ തരും. അത് തരുമ്പോൾ അത് മേടിച്ച് ഉപയോഗിക്കുക. അത് മേടിക്കാതെ അതിൻ്റെ ഡോസ് എത്രയാണ്? 1 ml ആണോ, 1.5 ml ആണോ, 2 ml ആണോ എന്ന് അവർ പറയും. അത് ചോദിച്ചോളൂ. ഒരടിച്ചാൽ മതി. ഒരടിച്ചാൽ അത് മാറും. അത് അങ്ങനെ ചെയ്താൽ മതി. കരി ഉപയോഗിക്കുമ്പോൾ അത് ഫംഗിസൈഡ് ഉപയോഗിച്ച് കഴുകണമോ? കരി ഉപയോഗിക്കുമ്പോൾ അത് ട്രീറ്റ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതിന് ഫംഗിസൈഡ് കൊടുത്തുകൊണ്ടൊന്നും ട്രീറ്റ് ആവില്ല. അണുവിമുക്തമാക്കുക എന്നാണ് അതിന് പറയുക. അത് ഈ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ട് ആണ് ട്രീറ്റ് ചെയ്യാറ് പതിവ്. കരി ചിലവരൊക്കെ കരി ട്രീറ്റ് ചെയ്യാണ്ട് എല്ലാവരും കരി എങ്ങനെ ഉപയോഗിക്കുന്നത്? ട്രീറ്റ് ചെയ്യാണ്ട്. ഇപ്പോൾ ഞങ്ങളും കുറേയൊക്കെ കരി തന്നെ ഉപയോഗിക്കുന്നത്. പക്ഷേ ട്രീറ്റ് ചെയ്യാൻ ഈ കരികളിൽ ഈ വിറകിനെ കരിയാക്കുമ്പോൾ അതിലത്തെ ഇത് വെള്ളം ഒക്കെ വറ്റിപ്പോവല്ലേ കരിയാവുന്ന നേരത്തെ. ആ നേരത്തെ അതിൻ്റെ ഉള്ളിൽ ധാരാളം സൂക്ഷിരങ്ങളുണ്ടാവും. പിന്നെ അത് ഉണ്ടാക്കുന്ന സ്ഥലം വളരെ അഴുക്ക് പിടിച്ച ഒരു പ്രത്യേക സ്ഥലത്തൊക്കെ ഉണ്ടാക്കുന്നു. നിറയ്ക്കുന്ന ചാക്കായാലും അതായാലും അതിലൊക്കെ വല്ല ബാക്ടീരിയ കയറിയിരിക്കാൻ വളരെ സാധ്യതയുണ്ട്. എന്ന് വെച്ചിട്ട് ബാക്ടീരിയ കയറണമെന്നില്ല, സാധ്യതയുണ്ട്. ആ കണക്ക് കൂട്ടിക്കൊണ്ടാണ് കരി ട്രീറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ അതിൽ ബാക്ടീരിയ ഈ സൂക്ഷ്മ സുഷിരങ്ങളിൽ ഈ ചാർക്കോളിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടായിരിക്കും. അത് നമ്മൾ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണില്ല. അപ്പോൾ ഉണ്ടെങ്കിൽ അതിൽ ബാക്ടീരിയ ഇരിക്കുന്നുണ്ട് എങ്കിൽ അതിനെ കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അണുവിമുക്തമാക്കുന്നത്. അതിന് ഹൈഡ്രജൻ പെറോക്സൈഡാണ് ഉപയോഗിക്കുന്നത്. ഹൈഡ്രജൻ പെറോക്സൈഡ് ഉപയോഗിച്ച് ഹൈഡ്രജൻ പെറോക്സൈഡിൽ 1 മണിക്കൂർ നേരം ഇട്ടിട്ട് നിങ്ങളെ കരി ഉപയോഗിച്ചോളൂ. എടുത്തിട്ടിട്ട് 1 മണിക്കൂറിന് ശേഷം വേണമെങ്കിൽ ഒന്നുകൂടി അതിൻ്റെ മുകളിൽ ഇത്തിരി വെള്ളം ഒഴിക്കുക. തന്നെ അതാണ് അണുമുക്തമായി. പിന്നെ ചെയ്യാന്നുള്ളത് ആൻറ്റിബയോട്ടിക്കിലും അങ്ങനെ ചെയ്യാവുന്ന കാര്യമാണ്. ആൻറ്റിബയോട്ടിക്ക് 1 ഗ്രാം എടുത്ത 4 ലിറ്റർ വെള്ളം എന്നത് തോതിലെടുത്തിട്ട് അതിലും കുറേ ഇട്ടേക്കുക. ചില 3-4 മണിക്കൂർ നേരം ഇട്ടേക്കുക. എന്നിട്ട് ഉപയോഗിച്ചാലും അത് അണുമുക്തമായി.
ഫംഗിസൈഡിൽ കാര്യമില്ല. ഫംഗിസൈഡ് വേറെ ചീച്ചൽ മാത്രമല്ല പോകുള്ളൂ. ഫംഗിസൈഡ് കാര്യമില്ല. ഒന്നുമില്ല, ഈ പറഞ്ഞ ഈ 2 മരുന്നിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ അത് അണുവിമുക്തമായി. അങ്ങനെയാണ് സാധാരണ ട്രീറ്റ് ചെയ്യാറ് പതിവ്. കരി അങ്ങനെ ചെയ്തോളൂ. അതുപോലെ കരി വാങ്ങാൻ കിട്ടുമോ എന്നും ചോദിച്ചിരുന്നു കേട്ടോ. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു. തീർച്ചയായും കരി നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. എവിടെ നിന്നായാലും വാങ്ങാൻ കിട്ടും കേട്ടാ. കുറേ ചോദ്യങ്ങൾ റിപ്പീറ്റേഷനാണ് കേട്ടോ. ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വീഡിയോസ് അതായത് ക്ലാസ്സിന് ശേഷമുള്ള ഓർക്കിഡ് ക്ലാസ്സിന് ശേഷമുള്ള 3 വീഡിയോസിൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് ഒരു അസറ്റായിട്ട് തന്നെ കണക്കാക്കാം കേട്ടോ. അതിലൊരുപാട് അതായത് ഓർക്കിഡ് പരിപാലനം, വളം, മെഡിസിൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ആ 3 വീഡിയോസും. അതിനുശേഷം വന്നിട്ടുള്ള സംശയങ്ങളും ഫോണിലൂടെയും വീഡിയോകൾക്ക് താഴെയും വന്ന കമൻറ്റുകൾക്കുള്ള മറുപടികളാണ് പിന്നെ നമ്മൾ ഈ കുഞ്ഞു കുഞ്ഞു എപ്പിസോഡിലൂടെ തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ അതിൽ നിങ്ങൾ വിചാരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും കൂടെ ചിലപ്പോൾ കിടക്കുന്നുണ്ടാവും, നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ മോഹന ഓർക്കിഡ്സ് എവിടെയാണെന്നുള്ള ഒരു ക്വസ്റ്റ്യൻസും വന്നിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ ജില്ലയിൽ വാടാനപ്പള്ളി പഞ്ചായത്തിൽ തൃത്തല്ലൂർ എന്ന് പറയുന്ന ദേശത്ത് ഏഴാങ്കല്ല് സ്റ്റോപ്പിലാണ് കേട്ടോ ഇത് ഉള്ളത്. മോഹന ഓർക്കിഡ്സ് എന്നുള്ള ബോർഡ് ഗേറ്റിൻ്റെ അവിടെ വെച്ചിട്ടുണ്ട്. NH66 അതുപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് സെർച്ച് ചെയ്തിട്ടും വരാനായിട്ട് പറ്റും. ലാൻഡ്മാർക്ക് പറയുന്നത് നമ്മൾ KSEB ഓഫീസിൻ്റെ അടുത്ത ഗേറ്റാണ് കേട്ടോ. പിന്നെ എന്താണ് പറയാനുള്ളത്, ഏറ്റവും സന്തോഷം എനിക്ക് എൻ്റെ വീഡിയോ ഫാമിലി വ്ളോഗൊക്കെ ചെയ്യണ ഒരു ചാനലാണെന്നറിയാലോ. അത് ഇപ്പോൾ ഞാൻ എൻ്റെ മറ്റുള്ള വിഷയങ്ങൾ മറ്റൊരു ചാനൽ, സെക്കൻഡ് ചാനൽ തുടങ്ങിയിട്ട് അതിൽ ഇടാമെന്നാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഓർക്കിഡ് ലവേഴ്സായിട്ടുള്ള ഒരുപാട് ഫ്രണ്ട്സ് നമുക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടിയ ഒരു വീഡിയോ ആണ് കഴിഞ്ഞ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും എൻ്റെ ഓർക്കിഡ് ലവേഴ്സിനെ, ചെടികളെ സ്നേഹിക്കുന്നവർക്കായിട്ട് ഈ ചാനൽ ഞാൻ മാറ്റിവെക്കുകയാണ്. എൻ്റെ ഒരു സെക്കൻഡ് ചാനൽ ഞാൻ തുടങ്ങിയിട്ടുണ്ട്, വീഡിയോസും ചെയ്തു തുടങ്ങിയിട്ടില്ല. എന്തായാലും അതിൻ്റെ ലിങ്കും കൂടെ ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അതും കൂടെ ഒന്ന് എന്നെ കൂട്ടാക്കണം കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റേതായ മറ്റ് വിഷയങ്ങളൊക്കെ ആ ചാനലിൽ പോസ്റ്റ് ചെയ്യാമല്ലോ. ഇതിൽ എന്തായാലും ഇങ്ങനെയുള്ള വിശേഷങ്ങൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എന്നെ കൂട്ടാക്കിക്കൊണ്ടിരിക്കണം എല്ലാവരോടും വീഡിയോസൊക്കെ നന്നായിട്ട് വാച്ച് ചെയ്യണം എല്ലാവരോടും. മോഹന ഓർക്കിഡ്സിൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും മോഹനേട്ടൻ്റെ പേരിലും ഞാൻ എൻ്റെ ഹൃദയത്തിൽ തൊട്ടുകൊണ്ടുള്ള നന്ദി പറയാണ് കേട്ടോ. അപ്പോഴേ ഓർക്കിഡ് വിശേഷങ്ങൾ ഇവിടെ തീർന്നില്ല. വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.